പരിത്യാഗത്തിൻ്റെ പുണ്യപ്രവൃത്തികളിലൂടെയും പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെയും കടന്നുപോയി നിത്യമായ സ്വർഗീയ സമാധാനത്തിലേക്ക് ചുവടുകൾ ഉറപ്പിക്കാൻ സഹോദരരെ ഒരുക്കുന്ന പുണ്യകാലമാണ് നോമ്പുകാലം. ഈ നോമ്പുകാലം നാം ആരംഭിച്ചത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട മിശിഹായെ ധ്യാനിച്ചുകൊണ്ടാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യോർദാനിലെ സ്നാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മടങ്ങിയ ഈശോയെ ആത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ്. ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ പ്രാരംഭം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു തീർത്ഥാടനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. ആ മരുഭൂമി വാസം പിതാവിൻ്റെ ഹിതത്തോട് പൂർണ്ണമായും ഐക്യപ്പെട്ട സമയമായിരുന്നു. അവിടെ ഉപവാസത്തിനൊടുവിൽ നേരിട്ട പ്രലോഭനങ്ങളെ മിശിഹ അതിജീവിച്ചത് ആത്മീയമായ കരുത്തോടു കൂടിയാണ്. നമുക്കും ഈ നോമ്പുകാലം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു തീർത്ഥാടനമാക്കി മാറ്റാം. ഇത് വെറും മാംസവർജനത്തിൻ്റെ കാലമല്ല, മറിച്ച് പുണ്യങ്ങൾ കൊണ്ട് ജീവിതത്തെ അലങ്കരിക്കേണ്ട കാലമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6-ാം തിരുവചനം യഥാർത്ഥ ഉപവാസത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. അവരൻ്റെ കെട്ടുകൾ അഴിക്കുന്നതാണ് ദൈവത്തിന് പ്രിയപ്പെട്ട ഉപവാസം. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം. ഈശോ നേരിട്ട 3 പ്രലോഭനങ്ങളുടെയും അന്തസ്സത്ത മനുഷ്യ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ അപ്രസക്തനാക്കുക എന്നതാണ്. ദൈവിക സംവിധാനങ്ങളെ തച്ചുടയ്ക്കാൻ സാത്താൻ നടത്തുന്ന പരിശ്രമങ്ങളുടെ ആകത്തുകയാണ് ഈ പ്രലോഭനങ്ങൾ. ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ദൈവം ആവശ്യമില്ല എന്ന ശൈലിയാണ് ആധുനിക ലോകം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് ദൈവം പുറത്താക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കാനുള്ള ആത്മപരിശോധനയുടെ അവസരമാണിത്. ഒന്നാമത്തെ പ്രലോഭനം അപ്പത്തിൻ്റെ പ്രലോഭനമാണ്. 40 ദിവസത്തെ ഉപവാസത്തിനു ശേഷം വിശന്നു വലഞ്ഞ ഈശോയെ കല്ലുകൾ കാണിച്ചുകൊണ്ട് അതിനെ അപ്പമാക്കാൻ സാത്താൻ ആവശ്യപ്പെടുന്നു. തപസ്സിലൂടെയും സഹനത്തിലൂടെയും നേടേണ്ട ആത്മീയതയ്ക്ക് പകരം സ്വന്തം ഇഷ്ടങ്ങളെയും ശാരീരിക ആവശ്യങ്ങളെയും മാത്രം തൃപ്തിപ്പെടുത്തി ജീവിക്കാനുള്ള കെണിയാണിത്. പിതാവിൻ്റെ പദ്ധതിയെ പരാജയപ്പെടുത്തുവാൻ തൻ്റെ പദവി ദുരുപയോഗം ചെയ്യാനുള്ള വെല്ലുവിളിയെ ഈശോ വചനം കൊണ്ട് നേരിട്ടു. രണ്ടാമത്തെ പ്രലോഭനം അധികാരത്തിൻ്റെ പ്രലോഭനമാണ്. ക്ഷണനേരം കൊണ്ട് ലോകരാജ്യങ്ങളെ മുഴുവൻ കാണിച്ചു കൊടുത്ത് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകുമെന്ന് സാത്താൻ പ്രലോഭിപ്പിക്കുന്നു. അധികാരത്തിനും മഹത്വത്തിനും വേണ്ടി വിശ്വാസത്തെ പണയം വയ്ക്കാനുള്ള ഈ ശ്രമം ഇന്നും പ്രസക്തമാണ്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട നാം പിശാചിൻ്റെ ഭാഗത്ത് നിലയുറപ്പിച്ച് മറ്റുള്ളവരെ വിലയിരുത്തുകയും കുറ്റാരോപണങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ടോ എന്ന് പരിശോധിക്കണം. മൂന്നാമത്തെ പ്രലോഭനം അഹന്തയുടെ പ്രലോഭനമാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ ഗോപുരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈശോയെ പരീക്ഷിക്കാൻ സാത്താൻ തുനിയുകയാണ്. ദൈവസാന്നിധ്യമുള്ള ദേവാലയം പോലും പിശാചിന് പ്രലോഭനവേദിയാക്കാം എന്ന തിരിച്ചറിവ് നമുക്ക് ജാഗ്രത നൽകണം. ദൈവവചനത്തെ സ്വന്തം താല്പര്യപ്രകാരം വ്യാഖ്യാനിക്കുന്ന പിശാചിനെ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ഈശോ പരാജയപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഈ വെട്ടിപ്പിടിക്കലുകളെക്കാൾ പങ്കുവയ്ക്കലിന് സന്തോഷമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു നോമ്പുകാലമാകട്ടെ നമ്മുടേത്. അഹങ്കാരത്തിൻ്റെ മരക്കൊമ്പുകളിൽ നിന്നും വിനയത്തിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങി വരാം. സാത്താൻ ദൈവത്തെ അപ്രസക്തനാക്കാൻ നോക്കുമ്പോൾ ഓരോ ശ്വാസത്തിലും ദൈവത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ നോമ്പുകാല തീർത്ഥാടനം നമുക്ക് പൂർത്തിയാക്കാം. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.